നടൻ മോഹൻലാലിൻ്റെ ഒരു പഴയകാല സിനിമയിൽ എപ്പോഴും ചുണ്ടത്ത് സിഗരറ്റ് വെച്ച് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രൂപമുണ്ട്. പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ അങ്ങനെ വലിക്കാറില്ല, ഇത് വെറുതെ ചുണ്ടിൽ വെക്കുകയേ ഉള്ളൂ എന്നുള്ളത് വലിയ രീതിയിൽ അന്ന് വ്യാപകമായിട്ട് പ്രചാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ ഒരു സിഗരറ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ കാഴ്ച, അതുമായി ബന്ധപ്പെട്ട വലിക്കുന്നത് പോലെയുള്ള ആക്ഷനുകൾ എന്നിവയെല്ലാം പുകവലിക്കാരിൽ അത് വലിക്കാനുള്ള ത്വര ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. വൈകിട്ട് എന്താണ് പരിപാടി എന്ന് ചോദിക്കുക മാത്രം മതി, അതിൻ്റെ അർത്ഥം മദ്യപാനമാണ് എന്നും ഇന്ന് മദ്യപിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്നവരെ പോലും ഇന്ന് മദ്യപിക്കേണ്ടതുണ്ടല്ലോ എന്നുള്ള ഒരു പ്രേരണ ഉപബോധ മനസ്സിലേക്ക്, തലച്ചോറിലേക്ക് സന്ദേശങ്ങളായിട്ട് എത്തിക്കാൻ വൈകിട്ട് എന്താ പരിപാടി എന്നുള്ള ചോദ്യത്തിന് കഴിയും. അതുകൊണ്ട് ഒരാഴ്ച മദ്യപിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് നിങ്ങൾ ഇന്ന് വൈകിട്ട് എന്താ പരിപാടി എന്നുള്ള വാക്ക് മാത്രം ചോദിച്ചാൽ മതി, അത് ഏറ്റവും വലിയ പരസ്യത്തിൻ്റെ ഒരു ഉന്മാദമായി മാറിയിട്ട് മദ്യപരുടെ ഉള്ളിലേക്ക് ആ ഒരാഴ്ച മദ്യപിക്കില്ല എന്നുള്ള തീരുമാനത്തെ മാറ്റി മറിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്ദേശത്തിൻ്റെ ലഹരി എന്ന് പറയുന്നത്. ഇവിടെ ഇന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കാരണം രാജ്യത്ത് സിഗരറ്റ് അടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വ്യാപകമായിട്ട് സ്വാഗതം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ തീരുമാനത്തെ ഏത് രീതിയിലാണ് പൊതുജനം സ്വാഗതം ചെയ്യുന്നത് എന്നതുകൂടി വളരെ പ്രാധാന്യത്തോടു കൂടി നാം നോക്കേണ്ടതുണ്ട്. മദ്യപാനം എന്ന് പറയുന്നത് മദ്യപിക്കുന്ന ഒരു വ്യക്തിയെയും ആ വ്യക്തിയുടെ കുടുംബത്തെയും മാത്രം ബാധിക്കുന്ന ഒന്നാണെങ്കിൽ പുകവലി അടക്കമുള്ള കാര്യങ്ങൾ, പുക ഊതി വിടുന്ന ആ പുക അടുത്തുള്ളവരുടെ ശ്വാസകോശങ്ങളെ മാത്രം പ്രശ്നത്തിലാക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് പുകവലിക്കാർ പിന്നീട് അവരുടെ പുകവലിയുടെ മൂർധന്യത്തിൽ വരുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് കേന്ദ്ര സർക്കാരിന് ചെലവാക്കേണ്ടി വരുന്ന തുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ വലിയ രീതിയിൽ ദുർബലമാക്കുന്നു എന്നുള്ള വിലയിരുത്തൽ കൂടി വരുമ്പോഴാണ് അതൊരു രാജ്യദ്രോഹമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് സിഗരറ്റ് അടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം കൃത്യമായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്, അഭിനന്ദിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. ഇന്ന് ഈ എഡിറ്റേഴ്സ് അനാലിസിസിൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും രാജ്യവ്യാപകമായിട്ടും കേരളത്തിൽ പ്രത്യേകിച്ചും നിയമം ലംഘിച്ച് പൊതുസ്ഥലങ്ങളിൽ നിർബാധം പുകവലിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. മിക്ക കടകളിലും സിഗരറ്റും ബീഡിയും വലിക്കുന്നവർക്ക് പൊതുസ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ പുകവലിക്കാൻ പാകത്തിന് സിഗരറ്റ് ലൈറ്ററുകൾ പരസ്യമായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അതിൽ നിന്ന് തീ പകർന്ന് പരസ്യമായിട്ട് പൊതുജനത്തിൻ്റെ മുഖത്തേക്കും ചുറ്റിലുമൊക്കെ പുക പടർത്തിക്കൊണ്ട് നടക്കുന്ന പുകവലിക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അത്തരത്തിലുള്ള പുകവലിക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ ആരെയും ഗവനിക്കുന്നില്ല. ഒരു പോലീസുകാരനും അവരെ അറസ്റ്റ് ചെയ്യുന്നതോ അവരെ കസ്റ്റഡിയിലെടുക്കുന്നതോ അവരെ വിലക്കുന്നതോ അതിന് പിഴ ഈടാക്കുന്നതോ നാം കാണുന്നില്ല. ഹെൽമറ്റ് ധരിക്കാത്തതിൻ്റെ പേരിലുള്ള പോലീസിൻ്റെ പിടുത്തങ്ങൾ കാണുന്നുണ്ട്. മദ്യപിച്ചു വരുന്നവരുടെ നേരെയുള്ള പിടുത്തങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ പൊതുസ്ഥലത്ത് ഇങ്ങനെ പുകവലിച്ചുകൊണ്ടേയിരിക്കുന്നവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഒപ്പം തന്നെ സിഗരറ്റുകൾ പാക്കറ്റ് തുറന്ന് 1 or 2 ആയി ലൂസായി വിൽക്കാൻ പാടില്ല എന്ന കോടതിയുടെ ഉത്തരവും പരസ്യമായിട്ട് ലംഘിക്കപ്പെടുകയാണ്. കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇത്തരം സിഗരറ്റ് ലൈറ്ററുകൾ തന്നെ നിയമം ലംഘിക്കാനുള്ള പരസ്യമായിട്ടുള്ള ആഹ്വാനമായിട്ട് മാറുന്നു. ഈയിടെ റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമയുണ്ട്. ആ കളങ്കാവൽ എന്ന സിനിമയിലാകട്ടെ മമ്മൂട്ടിയുടെ കഥാപാത്രം വൃത്താകൃതിയിൽ പുകയൂതി വിടുന്നത്, അന്തരീക്ഷത്തിൽ അത് വലയം തീർക്കുന്നത് അനുകരിച്ചുകൊണ്ട് പലരും പൊതുസ്ഥലത്തും പുകവലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമയിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് കാണിച്ചുകൊണ്ട് പുകവലിക്കുന്ന ദൃശ്യങ്ങൾ വരുന്നു. അത് സ്വാഭാവികമായിട്ടും എത്രയോ സിനിമകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ കളങ്കാവലിൽ പുകവലി തന്നെ ഒരു പ്രധാനപ്പെട്ട നായകൻ്റെ ഇത്രയും കാലം മലയാള സിനിമയിൽ നായകത്വത്തിൻ്റെ പ്രതിരൂപമായിട്ട് മാറുകയും ഏറ്റവും ഒടുവിലിറങ്ങിയ സിനിമയിൽ പ്രതിനായകൻ്റേതാണ് അദ്ദേഹത്തിൻ്റെ രൂപമെങ്കിൽ പോലും ആ പ്രതിനായകത്തിനകത്തും മറച്ചു വയ്ക്കാൻ കഴിയാത്ത നായകത്വം ഉള്ളതുകൊണ്ട് ഈ പുകവലിയുടെ വൃത്താകൃതിയിലുള്ള പുകവലിയിൽ അതുണ്ടാക്കുന്ന ദൃശ്യമെന്ന് പറയുന്നത് അങ്ങനെ പുകവലിക്കുന്നതാണ് ഒരു പ്രത്യേക സ്റ്റൈൽ എന്നുള്ള ചിന്ത വരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ പുകവലിച്ച് വൃത്താകൃതിയിൽ പുക വലിച്ച് വിടുന്നവരുടെ എണ്ണം പല ഇടങ്ങളിലും നമ്മൾക്ക് കൂടുന്നതായിട്ട് കാണുകയും ചെയ്യുന്നു. അനുകരണത്തിൻ്റെ രീതി അതുകൊണ്ട് തന്നെ രാജ്യത്തെ പുകയില ഉപയോഗവും ഉപഭോഗവും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾക്ക് എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന ആ നിർണായകമായ നിയമത്തെ നമ്മൾക്ക് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് പൗരന്മാരുടെ ആരോഗ്യത്തെ മാത്രമല്ല, അത് ദേശീയ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ് പുകവലി. ഈ ഒരു തിരിച്ചറിവാണ് സമീപകാലത്ത് പാർലമെൻറ്റ് അംഗീകരിച്ച സുപ്രധാനമായിട്ടുള്ള നിയമ ഭേദഗതിയിലേക്ക് നയിച്ചത്. ഈ നിയമം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും നമ്മുടെ പൊതുജനാരോഗ്യത്തിനും ഒരുപോലെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവായിട്ട് മാറുന്നു.
സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾക്ക് എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കാൻ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തത്? അത് യഥാർത്ഥത്തിൽ പുകവലി കുറയ്ക്കാൻ സഹായിക്കുമോ? ഈ നിയമം വരുമ്പോൾ അതിലെ പഴുതുകൾ എന്തൊക്കെയാണ്? ഒരു സാധാരണ പൗരന് ഇക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചികിത്സാ ചെലവ്, അതേപോലെ തന്നെ ഉൽപ്പാദനക്ഷമതയിലെ കുറവ്, അകാല മരണം, ഇതെല്ലാം ചേരുമ്പോൾ ഈ ദുരന്തം നമ്മുടെ ദേശീയ സമ്പദ് വ്യവസ്ഥയെ സാരമായിട്ട് ബാധിക്കുകയാണ്. നിരന്തരമായിട്ട് പുകവലിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രചാരണ രീതികളിലെ അപര്യാപ്തത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. സിനിമാ തിയേറ്ററുകളിൽ, മാളുകളിലാകട്ടെ, സിനിമാ തിയേറ്ററുകളിലാകട്ടെ സിനിമ കാണുന്നതിന് വേണ്ടി നമ്മൾ ചെന്നിരിക്കുമ്പോൾ സാധാരണഗതിയിലുള്ള കമേഴ്സ്യൽ പരസ്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചതിന് ശേഷം ആ പടം തുടങ്ങാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലേക്ക് ഇരിക്കുമ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു ഭീകരമായിട്ടുള്ള മുഖം കാണിച്ചുകൊണ്ട് പുകവലിയെക്കുറിച്ചുള്ള ഒരു പരസ്യം വരുന്നു, പുകവലിക്കെതിരായിട്ടുള്ളൊരു പരസ്യം വരുന്നു. പക്ഷെ ആ പരസ്യം ഒരു തരത്തിലും അത് കണ്ടിരിക്കുന്ന പുകവലിക്കാരുടെ ഉള്ളിൽ ഒരു തരത്തിലുള്ള മനംമാറ്റവും വരുത്താൻ കഴിയാത്ത രീതിയിൽ അത് ശൈലീവൽകൃതമായി പോയിരിക്കുന്നു. അത് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല, പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. അതൊരു അനുഷ്ഠാന കർമ്മം മാത്രമായിട്ട് മാറുന്നു. തിയേറ്ററുകളിൽ നിന്ന് ഇറങ്ങിയാൽ വീണ്ടും പുകവലിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള പുകവലിയിലൂടെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ചികിത്സാ ചെലവിൻ്റെ കാര്യത്തിൽ, പിന്നെ അകാല മരണം, ഇതെല്ലാം ചേരുമ്പോൾ ആ ദുരന്തം നമ്മുടെ ദേശീയ സമ്പദ് വ്യവസ്ഥയെ സാരമായിട്ട് ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പുകയില ഉപഭോഗം ഒരു ആരോഗ്യപരമായിട്ടുള്ള ഭീഷണി എന്നതിലുപരി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമാകുന്ന ഒരു സാമൂഹിക സാമ്പത്തിക ഭീഷണിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുകയില ഉൽപ്പന്നങ്ങൾക്ക് എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കാനുള്ള നിയമത്തിന് പാർലമെൻറ്റ് അംഗീകാരം നൽകിയത്. ഈ നിയമനിർമ്മാണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പുകയില ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുക, അതുവഴി അതിൻ്റെ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളത്. നമുക്കറിയാം പുകയില ഉപഭോഗം എന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഭീഷണിയാണ് എന്ന്. ഒപ്പം തന്നെ അതിൻ്റെ വ്യാപ്തി അതിലും വലുതാണ്. ലോകാരോഗ്യ സംഘടനയായിട്ടുള്ള WHO നൽകുന്ന കണക്കുകളുണ്ട്. ആ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ വർഷവും, നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും 13.5 ലക്ഷം ആളുകളുടെ മരണത്തിന് പ്രധാനപ്പെട്ട കാരണം പുകയില ഉപഭോഗമാണ്. ഒരു വർഷം ഇത്രയും പേർ മരിക്കുന്നു ഈ പുകയില ഉപഭോഗത്തിലൂടെ. ഇത് ഒരു വലിയ നഗരത്തിലെ ജനസംഖ്യയ്ക്ക് തുല്യമായിട്ടുള്ള ഒന്നാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ കേവലം ഒരു മരണക്കണക്കല്ല ഇത്. പുകയില ഉപഭോഗം കാരണമുണ്ടാകുന്ന രോഗങ്ങൾ, അത് ഹൃദ്രോഗമാകട്ടെ, ശ്വാസകോശ അർബുദമാകട്ടെ, പക്ഷാഘാതമാകട്ടെ, ഇവയെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത വളരെ വലുതാണ്. പാർലമെൻറ്റ് അംഗീകരിച്ചിട്ടുള്ള 2 സുപ്രധാന ബില്ലുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് സെൻട്രൽ എക്സൈസ് ഭേദഗതി ബില്ലാണ് 2025. അത് ഇപ്പോൾ നിലവിലുള്ള GST കോമ്പൻസേഷൻ സെസ് നിർത്തലാക്കിയ ശേഷം സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള നികുതി വരുമാനം നിലനിർത്തുന്നതിന് വേണ്ടിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം വന്നിട്ടുള്ളത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം പോലെ തന്നെ ഇത് പുതിയ നികുതിയോ അധിക നികുതിയോ അല്ല, മറിച്ച് നികുതി ഘടനയിലെ ഒരു മാറ്റമാണ്. ഈ പുതിയ നിയമപ്രകാരം ഓരോ 1000 സ്റ്റിക്കിനും 2700 രൂപ മുതൽ 11,000 രൂപ വരെ അതിൻ്റെ വലിപ്പമനുസരിച്ച് മൂല്യാധിഷ്ഠിത നികുതി ചുമത്താനാണ് പോകുന്നത്. അപ്പോൾ നിലവിലെ 28% GST നിരക്കിന് പുറമേ ആയിരിക്കും ഇത്. അതായത് പുതിയ എക്സൈസ് തീരുവ നിരക്കുകൾ ശരാശരി 25% മുതൽ 40% വരെ കൂടുതലായിരിക്കും. അപ്പോൾ സിഗരറ്റുകൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതായി മാറരുത് എന്നതാണ് ധനമന്ത്രിയുടെ പ്രസ്താവന. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനയാണ്. സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ഒന്നായിട്ട് മാറരുത് സിഗരറ്റുകൾ. ഈ പ്രസ്താവന അത് അടിവരയിട്ട് വായിക്കേണ്ടതാണ്, കാണേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. ഇപ്പോൾ ബീഡി തൊഴിലാളികളുടെ ആശങ്കകളുണ്ട് സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ബീഡി തൊഴിലാളികളുടെ ആശങ്കകൾ കണക്കിലെടുത്തിട്ട് ബീഡിയുടെ നികുതി നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ദി ഹെൽത്ത് സെക്യൂരിറ്റി നാഷണൽ സെക്യൂരിറ്റി സെസ് ബിൽ 2025, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ബില്ലെന്ന് പറയുന്നത്. ഇത് പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് പ്രത്യേക സെസ് ഈടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ആരോഗ്യ സംരക്ഷണത്തിനും ദേശീയ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഈ അധിക വരുമാനം ചെലവഴിക്കുക. എന്താണ് ഇതിൻ്റെ സാമ്പത്തിക വശമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇതോടുകൂടിയിട്ട് GSTക്ക് മുൻപ് നിലവിലുണ്ടായിരുന്ന എക്സൈസ് ഡ്യൂട്ടി തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ സിഗരറ്റിൻ്റെ റീറ്റെയിൽ വിലയുടെ ഏകദേശം 53% മാത്രമാണ് മൊത്തം നികുതി. ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നത് ഇത് 53-ൽ നിന്ന് 75%-എങ്കിലുമായി ഉയർന്നിരിക്കണമെന്നാണ്. പുതിയ നിയമത്തിലൂടെ ഈ അന്തരം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത് എന്നതാണ് നോക്കേണ്ടത്. ഈ നികുതി വർധനയിലെ മറ്റൊരു നിർണായകമായിട്ടുള്ള വശം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം സംസ്ഥാനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് വരുന്നത്. ഈ എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കേന്ദ്രത്തിൻ്റെ വിഭജന പൂളിൻ്റെ ഭാഗമായിരിക്കും. ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയുണ്ട്. ആ ശുപാർശ അനുസരിച്ചിട്ട് ഇതിൻ്റെ 41% സംസ്ഥാനങ്ങൾക്കായിരിക്കും ലഭിക്കുക.
പക്ഷേ പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ അധിക നികുതി വരുമാനം ദേശീയ സുരക്ഷയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടിയാണ് ചെലവഴിക്കുകയെന്നും ഈ വരുമാനം സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കാൻ വ്യവസ്ഥയില്ല എന്നും കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിച്ചിരുന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. എന്തായാലും മൊത്തത്തിൽ വരുമ്പോൾ പുകയില ഉൽപ്പന്നങ്ങളുടെ നികുതി വരുമാനത്തിൽ സംസ്ഥാനങ്ങൾക്കും ഒരു പങ്ക് ലഭിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ നികുതി വർദ്ധിപ്പിക്കാനുള്ള നിയമം അംഗീകരിച്ചത് വളരെ നല്ലൊരു കാര്യമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നിർഭയമായിട്ട് ചോദ്യം ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. വെറും നികുതി വർധന കൊണ്ട് മാത്രം പുകയില ഉപഭോഗം കുറയില്ല എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ പോലും കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ഓർക്കണം, 1975 കേരളത്തിലെ കോട്ടയം നഗരത്തിലാണ് രാജ്യത്ത് ആദ്യമായിട്ട് ഒരു പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചത്. 2007 കേരള ഹൈക്കോടതി പുകവലി നിരോധനം നടപ്പാക്കാൻ നിർദ്ദേശിച്ചു. രാജ്യത്ത് പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കോടതിയുടെ ഉത്തരവുകൾ വന്നു, നിയമങ്ങൾ നിലവിലുണ്ട്. പക്ഷേ നിങ്ങൾ കണ്ണോടിച്ച് നോക്കുക എത്രമാത്രം ഈ നിയമം പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ചായക്കടകൾ, പാർക്കുകൾ, സർക്കാർ ഓഫീസുകളുടെ പരിസരം എല്ലായിടങ്ങളിലും പരസ്യമായിട്ട് പുകവലി നടക്കുന്നു. അപ്പോൾ നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ പലപ്പോഴും അത് കണ്ടില്ല എന്നടിക്കുന്നു. ഈ ഒരു ഉദാസീനതയാണ് പുകവലിക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രോത്സാഹനമാകുന്നത്. ഇപ്പം നിയമം അനുശാസിക്കുന്നത് സിഗരറ്റുകൾ പാക്കറ്റ് തുറന്ന് ഓരോന്നായിട്ട് വിൽക്കാൻ പാടില്ല എന്നാണ്. ഇതിനെ സിംഗിൾ സിഗരറ്റ് സെയിൽസ് എന്ന് പറയും. എന്നാൽ നമ്മുടെ നാട്ടിലെ മിക്ക കടകളിലും സിഗരറ്റ് ഒരെണ്ണത്തിന് 10 രൂപയോ 15 രൂപയോ ഒക്കെ വിലയിട്ട് വിൽക്കുന്നത് എവിടെയും കാണാവുന്ന കാഴ്ചയായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഈ നിരോധനം? ഒരു സിഗരറ്റ് മാത്രം എളുപ്പത്തിൽ വാങ്ങാൻ കഴിയുമ്പോൾ അത് കൗമാരക്കാർ ഉൾപ്പെടെയുള്ളവരെ പുകവലിയിലേക്ക് ആകർഷിക്കാൻ എളുപ്പമായി തീരുന്നു. അവരുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പാക്കറ്റ് മുഴുവൻ വാങ്ങാനുള്ള സാമ്പത്തിക ബാധ്യത ഇല്ലാതെയാകുമ്പോൾ ഇത് ഉപഭോഗം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ നിയമലംഘനം എല്ലാ കടകളിലും വ്യാപകമായിട്ട് നടക്കുകയാണ്. ആരും ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ നിയമമനുസരിച്ച് പുകയില ഉൽപ്പന്നങ്ങളുടെ നേരിട്ടുള്ള പരസ്യം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ചായക്കടകളിലാകട്ടെ പലചരക്ക് കടകളിലാകട്ടെ പുകയില ഉൽപ്പന്നങ്ങളുടെ കമ്പനികളുടെ പേരുകൾ എഴുതിയ ബോർഡുകളും മറ്റും പല രൂപത്തിൽ കാണാം. അപ്പോൾ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ചിട്ടുള്ള പരസ്യങ്ങളാണ് അത് എന്ന് പറയുന്നത്. ഇതിനെല്ലാം നിയന്ത്രിക്കാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇച്ഛാശക്തിയും ഭരണപരമായിട്ടുള്ള കാര്യക്ഷമതയും ഇല്ലാതെ വെറും നികുതി വർധന കൊണ്ട് മാത്രം ലക്ഷ്യം കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇനി ഒരു സാധാരണ പൗരന് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുസ്ഥലത്ത് ഒരാൾ പരസ്യമായിട്ട് പുകവലിക്കുന്നത് കണ്ടാൽ നമുക്കതിനെതിരെ നിയമപരമായിട്ട് പ്രതികരിക്കാൻ കഴിയുമോ എന്നാണെങ്കിൽ കഴിയും. അത് ഓരോ പൗരൻ്റെയും കടമയുമാണ്. അതിനായിട്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് സിഗരറ്റും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും പരസ്യം ചെയ്യൽ നിരോധനവും വാണിജ്യം, ഉൽപ്പാദനം, വിതരണ ക്രമീകരണവും നിയമം 2003 അഥവാ COTPA 2003 ആക്റ്റാണ്. അത് പ്രകാരം ഈ നിയമത്തിലെ സെക്ഷൻ 4 പ്രകാരം പൊതുസ്ഥലങ്ങളിലെ പുകവലി പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. ഈ നിയമം ലംഘിക്കുന്ന ഒരാൾക്കെതിരെ ഒരു പൗരന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അധികൃതരെ ആ കാര്യം അറിയിക്കുക. ഒന്ന്, ആദ്യം ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ അത് ബസ് സ്റ്റാൻഡ് ആകട്ടെ, റെയിൽവേ സ്റ്റേഷൻ ആകട്ടെ, അല്ലെങ്കിൽ ഓഫീസാകട്ടെ, അവിടുത്തെ ഉദ്യോഗസ്ഥൻ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ വലിയ പരിമിതികളുണ്ട്. ഇത് പോയിട്ട് പറഞ്ഞു വരുമ്പോഴേക്കും അയാൾ 2 സിഗരറ്റും വലിച്ച് പോയിട്ടുണ്ടാവും, അവിടെ പുക മാത്രം ബാക്കിയായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ സ്ഥാപനത്തിൻ്റെ ഉദ്യോഗസ്ഥനെ അത് അറിയിക്കുക എന്നതടക്കമുള്ള മറ്റൊരു കാര്യം മൊബൈൽ തെളിവുകളാണ്. ഇപ്പോൾ പുകവലിക്കുന്ന ആളുടെ ചിത്രം അല്ലെങ്കിൽ വീഡിയോ എടുക്കുക. ആ വീഡിയോ എടുത്തതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും അടിപിടിയും ആവാതെ അത് തന്ത്രപൂർവ്വം ചിത്രീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിയമലംഘനത്തിന് തെളിവായിട്ട് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ തർക്കങ്ങൾക്കിടയാക്കാതെ ആയിരിക്കണം അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. മറ്റൊരു കാര്യം പരാതി നൽകുക എന്നുള്ളതാണ്. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഇത്തരത്തിന് സിംഗിൾ സിഗരറ്റ് വിൽക്കുന്ന കടകൾ, ആ കടകളുടെ മുമ്പിൽ നിരന്തരമായിട്ട് സിഗരറ്റ് ലൈറ്റുകൾ തൂക്കിയിട്ടിട്ട് അവിടെ നിന്ന് പുകവലിച്ച് പോകാൻ അനുവദിക്കുന്നു. അതിനർത്ഥം പൊതുസ്ഥലത്ത് പുകവലിക്കുന്നു. ആ കടയുടെ മുമ്പിൽ നിന്ന് അയാൾ ആ തീ കൊളുത്തുന്ന നിമിഷം തന്നെ അത് എന്തായിട്ട് മാറുന്നു? അത് നിയമലംഘനമായിട്ട് മാറുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിരന്തരമായിട്ട് ആവർത്തിക്കുന്ന ഇടങ്ങളെക്കുറിച്ചിട്ട് ആരോഗ്യ വകുപ്പിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും രേഖാമൂലം പരാതി നൽകാം. അതിന് ഒരു തടസ്സവുമില്ല. ഓർക്കുക, ഇതിൽ സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന കാര്യം പുകവലി ആരോഗ്യത്തിന് മാത്രമല്ല, അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക്, പുകവലിക്കാത്ത ആളുകൾക്ക് സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് വഴി വലിയ ദോഷം ചെയ്യുമെന്നുള്ള കാര്യം. അതൊരു ക്രിമിനൽ കുറ്റമല്ലെങ്കിലും പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ പ്രതികരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എഡിറ്റേഴ്സ് അനാലിസിസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.